ഈവനിങ് ഓൾ. നമ്മൾ ബിസ്പോൾ ലേണിംഗിന്റെ ഒരു സ്കിൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു 2-day വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പൊ അതിലെ സെക്കൻഡ് ബാച്ചാണ് നിങ്ങളുടെ. അപ്പോൾ ഈ സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ എന്തായാലും നമ്മുടെ ലേണിംഗ് പാർട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് ഒരു ഡ്രീം കരിയറിലേക്കാണ് അല്ലെ. അപ്പോൾ മുന്നേക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏതൊരു കരിയർ ഹയർ ചെയ്യുന്ന സമയത്തും അവർ വെക്കുക ഓക്കെ, ഒന്നില്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ PG, BTech, BCom എന്തെങ്കിലും വെക്കും. പക്ഷെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇന്ന് എല്ലാവരും ഈ വരുന്ന കാൻഡിഡേറ്റ്സിനെ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് അവരുടെ സ്കിൽ സെറ്റ് എങ്ങനെയാണ്. ഓരോ ജോബിനും അതിൻ്റെതായിട്ടുള്ള നാച്ചർ ഉണ്ട്. ഓക്കെ, ഓരോ ഓഫീസ് ആയിക്കോട്ടെ വേറെ എവിടെയാണെങ്കിലും അവിടെ അതിൻ്റെ അവിടുത്തേതായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു കൾച്ചറിലേക്ക് എത്രത്തോളം നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ ഈ പറഞ്ഞ വ്യക്തിക്ക് കഴിയും എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അക്കാഡമിക് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വെൽ ആൻഡ് ഗുഡ്, നിങ്ങൾക്ക് ഇത്ര 60% അല്ലെങ്കിൽ 70-80% മാർക്ക് ഉണ്ട്. പക്ഷെ അതിനപ്പുറം നിങ്ങൾ എങ്ങനെ അവിടെ പെർഫോം ചെയ്യും എന്നുള്ളതാണ് അവർക്ക് അറിയേണ്ടത്. അപ്പൊ അതിനാണ് ഈ ശരിക്കും ഈ സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ MS Excel-ഉം AI-യും എടുക്കുകയാണെങ്കിൽ MS Excel നമ്മൾ സ്കൂൾ ലെവലിൽ തൊട്ട് പഠിക്കുന്ന കാര്യമാണ്. ഓക്കെ, പിന്നെ എന്താണ് ഒരു സ്കിൽ ഡെവലപ്മെന്റിൽ നമുക്ക് ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 2 ദിവസം കൊണ്ട് അത് മനസ്സിലായിട്ടുണ്ടാവും. എല്ലാവരും MS Excel സ്കൂൾ ലെവലിൽ പഠിച്ചവരല്ലേ ആണ്. പക്ഷെ നമ്മൾ അതൊരു ജോബിലേക്ക് പോകുമ്പോൾ നമുക്ക് എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി AI-യുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് കുറെ ടെക്കീസിന് മാത്രമുള്ള ഒരു കാര്യമാണെന്ന് നിങ്ങൾ വിചാരിക്കുകയും ചെയ്യരുത്. ഏതൊരു ജോബിലും ഇതിന്റെ ഇൻഫ്ലുവൻസ് വരും. അതുകൊണ്ടാണ് നമ്മൾ അതും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമുക്ക് വേണ്ടത് നമ്മുടെ ഒരു ഡ്രീം കരിയർ ആണ്. അത് ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കണം. നിങ്ങളിപ്പോൾ ഒരു ജോബിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ അത് അവിടെ സെക്യൂർഡ് ആണ് എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. അവിടെയും നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് വെളിയിലേക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് പല ബെനിഫിറ്റ്സും നഷ്ടപ്പെടും. അപ്പോൾ അത് നമ്മൾ എപ്പോഴും പുതിയ പുതിയ ടെക്നോളജി ആയിട്ടും അതേപോലെ നമ്മൾ എവിടെ വർക്ക് ചെയ്യുന്നോ അവിടുത്തെ അറ്റ്മോസ്ഫിയർ ആയിട്ടും നമ്മളത് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് മാത്രമേ ഇത് കണക്കാക്കുക. അത് മാത്രമല്ല, ഇന്ന് ഒരുപാട് പേര് പോകുന്ന ഒരു മേഖലയിൽ ജോബ് ഓറിയന്റഡ് കോഴ്സസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് അങ്ങനെ ഒരു പേര് കിട്ടാനുള്ള കാരണം തന്നെ എന്താണ്? അപ്പാർട്ട് ഫ്രം ബാക്കിയുള്ള നമ്മളൊരു ഡിഗ്രി അല്ലെങ്കിൽ PG ഒക്കെ ചെയ്യുന്നതിനപ്പുറം ഈ ജോബ് ഓറിയന്റഡ് കോഴ്സസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ ഒരു കരിയറിലേക്ക് അല്ലെങ്കിൽ ഒരു ജോബ് കിട്ടാൻ കുറച്ചും കൂടെ അത് ഹെൽപ്ഫുൾ ആവുന്നു. അതേപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്കിൽ സെറ്റ് ഡിഫറെന്റ് ആയിരിക്കും. അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് എന്താണോ വേണ്ടത്, അതിപ്പോ ഇവിടെ നിന്നാണെങ്കിലും മറ്റ് പുറത്തുനിന്ന് എവിടെ നിന്നാണെങ്കിലും അങ്ങനെയുള്ള സ്കിൽ സെറ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ആണെങ്കിലേ ഇന്നത്തെ ഈ ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മികച്ച ഒരു കരിയറിലേക്ക് എത്താനായിട്ട് കഴിയുള്ളൂ. അപ്പൊ അതിനുള്ള ഒരു ചെറിയ സ്റ്റെപ്പാണ് നമ്മൾ ഇന്ന് തന്നിട്ടുള്ളത്. ആൻഡ് ഐ തിങ്ക് ഈ ഒരു 2 ദിവസത്തെ സെഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എനിവേ, താങ്ക് യു സോ മച്ച്. ഓക്കെ.